കറണ്ട് അപ്രതീക്ഷിതമായിട്ട് പോകുമ്പോൾ എന്തും സംഭവിക്കാം. പറിച്ചുകൊണ്ടിരുന്ന പല്ല് മാറി അടുത്ത പല്ല് വേണമെങ്കിൽ പറിക്കാം അല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രാവിലെ പുട്ടും പഴവും കഴിക്കണം. പുട്ടും പഴവും കഴിച്ചോ? അതല്ല പ്രശ്നം. പഴം വാങ്ങാൻ രാത്രി 8:30 പത്തനംതിട്ട അഴൂരിലെ കടയിലെത്തിയതാണ് ജോസഫ് പോൾ. കടക്കാരൻ പറഞ്ഞു, മൊബൈലിലെ ടോർച്ച് ഒന്ന് ഓണാക്കൂ, പഴം മുറിച്ചെടുക്കാനാണെന്ന്. അങ്ങനെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ വേണം പഴമൊന്ന് മുറിച്ചെടുക്കാൻ. എടുക്കുന്നതിൽ 1 2 എണ്ണം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ ഒന്നുകിൽ വാങ്ങുന്നവന് നഷ്ടം, ഇല്ലെങ്കിൽ കുടിക്കുന്നവന് നഷ്ടം. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ആയതിനാൽ കടയുടമ രാജശേഖരൻ ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. മെഴുകുതിരി വെട്ടത്തിൽ 100-ന്റെ നോട്ടാണെന്ന് കരുതി കൊടുത്തത് 500-ന്റെ നോട്ട്. കടയുടമ രാജശേഖരൻ പറയുന്നു. പത്തനംതിട്ട വാഴമുട്ടം ഫീഡറിൽ ഇന്നലെ രാത്രി 8:20 മുതൽ 8:40 വരെയായിരുന്നു അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം. നമുക്കൊന്ന് കണ്ടിട്ട് വരാം, കേട്ടിട്ട് വരാം. അപ്രതീക്ഷിതമായി രാത്രി കറണ്ട് പോയാൽ വ്യാപാരികൾക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടുകളെ ഈ കാഴ്ച കണ്ടില്ലേ. 1 കിലോ പഴം വാങ്ങാൻ ഒരു ഗൃഹനാഥൻ വന്നതാണ്. കറണ്ടില്ല ഈ കടയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട അഴൂർ വേലങ്കടവ് എന്ന സ്ഥലത്താണ്. ഇത് നിങ്ങൾക്ക് ശരിക്കും ബുദ്ധിമുട്ടാണല്ലേ ഈ കറണ്ട് കെട്ട്? ബുദ്ധിമുട്ടാണ്. ഈ വൈകിട്ട് പോകുന്ന കറണ്ട് കെട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അത് രാത്രി ഒരു 10 മണിക്ക് ശേഷമാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നാമതെ കച്ചവടം കുറവാണ്. ജനങ്ങളെ വീട്ടുകളാക്കിക്കൊണ്ടാണ് ഇപ്പം ഈ ഒരു കറണ്ട് കെട്ടിൽ ഈ ഒരു ഇപ്പം ഈ മഴയില്ലെന്നാണ് അവർ പറയുന്നത്. സാധാരണ ഈ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പം വെള്ളത്തിനും ഉണ്ടല്ലോ, ഡാമിലെ ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ. അപ്പം ഉണക്കാണെങ്കിൽ പറയാം, വെള്ളമില്ലെന്ന് പറയാം. ഇപ്പം മഴയുള്ള സമയത്ത് ഈ കറണ്ട് കെട്ടെന്ന് പറഞ്ഞാൽ അനാവശ്യമായ ഒരു കാര്യമാണ്. ഇവിടെ മെഴുകുതിരിയൊക്കെ കാണുന്നുണ്ട്. ഈ മെഴുകുതിരിക്കൊക്കെ കച്ചവടം കൂടുന്നുണ്ടോ കടയിൽ? മറ്റേ മെഴുകുതിരിക്ക് കച്ചവടം ഇല്ല. 10 വർഷം മെഴുകുതിരിയേ ഇല്ലായിരുന്നു. മെഴുകുതിരിക്ക് ഒരാൾ പോലും വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ മെഴുകുതിരി വെക്കുന്നുണ്ട്. മെഴുകുതിരി വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്രഖ്യാപിതമായിട്ടാണ് അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടാണ് കറണ്ട് പോകുന്നത്. ഏത് സമയത്ത് പോകും എന്നൊന്നും ഇവർക്ക് പറയാനും കഴിയുന്നില്ല. ഏതായാലും കടയിൽ വരുന്നവരുടെ കയ്യിൽ മൊബൈൽ ഫോണിലെ ടോർച്ച് ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ തൽക്കാലം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.